നിരവധി ഹദീസുകൾ അനസ് റളിയല്ലാഹു തനിക്കുണ്ട് നബിയിൽ നിന്ന് സ്വല്ലല്ലാഹു. കൂടാതെ ഏറ്റവും ആഴമേറിയ ഇൽമുകൾ അനസ് ബിൻ മാലിക്കിനുണ്ട് എന്ന സീറകൾ അവർക്കുണ്ട്. ശിഷ്യന്മാരിലായി ധാരാളം പുകഴ്ത്തേണ്ട തുബ്ബായികളും വാനോളം. തിരുമുസ്തഫായ നബിക്ക് വർഷം 10 അനസ് ബിൻ മാലിക് ചെയ്തതാ ഖിദ്മത്ത്. മദീനയിൽ നബി വന്ന കാലം ആദ്യമായി മാതാവ് കൂട്ടിക്കൊണ്ട് പോകാൻ സാധ്യമായി. കുഞ്ഞിൻ്റെ കൈ പിടിച്ചിട്ട് മാതാവ് വന്ന് തിരുമുസ്തഫ നബിയോടതാ പറയുന്നു, ഇത് എൻ്റെ മകൻ അനസാണ്, തങ്ങൾക്കുള്ളതാ ഖിദ്മത്തിനായി തരുന്നുണ്ട് ഉമ്മു സുലൈമിതാ. കൂടാതെ തള്ള പറഞ്ഞു നബിയോടന്ന്, പ്രാർത്ഥിക്ക് നബിയെ എൻ്റെ കുഞ്ഞനസിന് നൽകിവന്ന റബ്ബെ കൂടുതൽ സന്താനം, അതുപോലെ മാലും സ്വർഗവും അവസാനം എന്നുള്ള പ്രാർത്ഥന മുസ്തഫ നബി അന്ന് അനസ് എന്നവർക്കായി ചെയ്തതും ഫലം വന്ന്. അവർക്കുള്ള തോട്ടം വർഷവും ഇരുകാലം കായ്ക്കുന്നതായി നബിക്കുള്ള പ്രാർത്ഥന മൂലം. പഴത്തിൻ്റെ സീസൺ അല്ല എന്നാൽ അന്നും കാരക്ക മുന്തിരി സുലഭമാണ് അനസിനും. 106 ഔലാദുകൾ തനിക്കുണ്ട് എന്നാൽ ബിദായത്തു വന്യഹായയിലുണ്ട്. ചോദിച്ചു ഒരു ദിനം സാബിത്തുൽ ബന്നാനി അനസോട് ഖാദിമ സ്വാഹിബുൽ ബുർഹാനി, നിങ്ങളുടെ കൈ നബിക്കുള്ള തൃക്കൈയോട് സ്പർശിച്ചതായി അറിവുണ്ടോ എന്നവ പറ എന്നോട്. ഉണ്ടെന്നുടൻ അതിനുത്തരം പറയുന്നതായി, എന്നാൽ എനിക്കതു നീട്ടുമുത്താൻ മോഹമായി. ഡമാസ്കസിലെ ജുമുഅത്ത് പള്ളിയിൽ ഒരു ദിനം അനസ് ബിൻ മാലിക് വന്നു കാണാനും ജനം. സുഹരി ഇമാം പറയുന്നു, ഞാനും ചെന്ന് കാണുന്നതായി. അപ്പോൾ അവർ കരയുന്നു. ചോദിച്ചു, എന്താ തങ്ങളെ കരയുന്നത്? അപ്പോൾ ഇമാമോടിങ്ങനാണ് പറഞ്ഞത്, നബിയും നബിക്കുള്ള അനുചരന്മാരൊക്കെയും അനുഷ്ഠിച്ച സൽക്കർമ്മങ്ങളെല്ലാം തന്നെയും നശിച്ചു, അവയിൽ നിന്നും അവശേഷിച്ചതായി നിസ്കാരമുണ്ടതു തന്നെ പാഴാക്കുന്നതായി. ഇക്കാര്യം ഓർത്തിട്ടാണ് ഞാൻ കരയുന്നത്. അതുകൊണ്ട് വഖ്തിൻ്റെ ആദ്യമാണത് വേണ്ടത്. ഒരു ചെറിയ വടിയും താഹ നബിയിൽ നിന്ന് അനസ് ബിൻ മാലിക്കിനുള്ളതായി പറയുന്നു. അത് തൻ്റെ ഖബറിൽ മറവ് ചെയ്തിട്ടുള്ളതാ, അതിൽ തൻ്റെ വസിയ്യത്തുള്ളതായി പറയുന്നതാ. അതുപോലെ സ്വപ്നവും രാത്രിയിൽ തനിക്കുണ്ട്, അതിൽ താഹ നബിയെ കാണലും പതിവുണ്ട്. അനസ് ബിൻ മാലിക്കിനുണ്ട് തോട്ടം പലയിനം. സൂക്ഷിപ്പുകാരൻ വന്നു പറയുന്നൊരു ദിനം, ഉണങ്ങുന്നു തോട്ടവും വെള്ളമില്ലത് കൊണ്ട് കാര്യങ്ങളും കുഴപ്പത്തിലായി വരുന്നുണ്ട്. ഉടൻ തന്നെ അവർ കൈ കെട്ടി നിസ്കരിക്കുന്നതായി, പിന്നീട് റബ്ബോടന്ന് പ്രാർത്ഥിക്കുന്നതായി. ക്ഷണമന്തരീക്ഷം ഇരുളടഞ്ഞതിൽ മേഘമായി മഴയും അതിൽ നിന്നിട്ടതാ ചൊരിയുന്നതായി. പിന്നീട് കാര്യസ്ഥനെ വിളിച്ചിട്ടെന്താ സ്ഥിതിയെന്ന് അന്വേഷിച്ചു വരണം അന്ത. അത് കേട്ട് വേഗം തന്നെയാൾ പോകുന്നതായി. സുബ്ഹാന റബ്ബി വന്നുടൻ പറയുന്നതായി, മഴ പെയ്തു തങ്ങൾക്കുള്ള തോട്ടമിൽ മാത്രം, മറ്റുള്ളതിൽ പെയ്തില്ലതെന്തൊരു ശാസ്ത്രം. അനസ് ബിൻ മാലിക്കിനെ പിടിക്കണമെന്ന് ഹജ്ജാജ് ആജ്ഞ കൊടുത്തു പോലീസിന്. പോലീസ് ചുറ്റി നടന്നു വീട്ടിൽ ചെന്ന് മുറ്റത്ത് കാലും നീട്ടി താനിരിക്കുന്നു. പറയുന്നതായി പോലീസ് വന്ന അനസോട്, കൽപ്പന അമീറിൽ നിന്നുമുണ്ടെന്നോട്, ക്ഷണം തന്നെ താങ്കളെ ഹാജരാക്കണമെന്ന്, അതുകൊണ്ട് വേഗം തന്നെ പോകണമെന്ന്. ചോദിച്ചു അനസും, ഏതമീറാ നിന്നെ ഏൽപ്പിച്ചതും പിടിക്കുന്നതിനായി എന്നെ? മറ്റാരുമല്ല, അമീറു ഹജ്ജാജാണത്, നേരിട്ട് എന്നോടുള്ള കൽപ്പനയാണിത്.